യെസ്, നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് എന്താണ് സ്റ്റോക്ക് നമ്മൾ പഠിച്ചു, എന്താണ് IPO എന്ന് പഠിച്ചു, എന്താണ് ലിസ്റ്റ് ചെയ്ത സ്റ്റോക്സ് എന്നും കാര്യങ്ങളെന്നൊക്കെ നമ്മൾ പഠിച്ചു. സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് നമുക്കിനി പഠിക്കേണ്ടത് എന്താണ് നമുക്ക് ചെയ്യാൻ ഇതിൻ്റെ അകത്ത് സാധിക്കുക, എന്താണ് ഒരു ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റോക്കിൻ്റെ വില താന്നിരിക്കുമ്പോൾ അത് വാങ്ങുക, വില കൂടുമ്പോൾ വിൽക്കുക. അപ്പോൾ എപ്പോഴാണ് വില താന്നിരിക്കുന്നത്, എപ്പോഴാണ് വില ഉയർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം, അല്ലേ? എപ്പോൾ വില താന്നിരിക്കുന്നു, എപ്പോൾ വില ഉയർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? റിയൽ ലൈഫിൽ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ആലോചിച്ച് നോക്കൂ, എങ്ങനെ നിങ്ങളത് മനസ്സിലാക്കും? ഫോർ എക്സാമ്പിൾ, ജോബി സാറേ, ഒരു അത്യാവശ്യം വേണ്ട, ഒരു വലിയ അത്യാവശ്യമൊന്നുമില്ലാതെ ജോബി സാറിന് ഒരു ചെയിൻ, ഗോൾഡ് ചെയിൻ വാങ്ങണം. ജോബി സാർ എപ്പോൾ പോയി മേടിക്കും? വലിയ അത്യാവശ്യമില്ല, പക്ഷെ ഗോൾഡ് ചെയിൻ വേണം. എങ്ങനെയാണ് വില കുറഞ്ഞതാണോ വില കൂടിയതാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? ഇപ്പോൾ വില കുറവാണോ കൂടുതലാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? നമ്മൾ 2 ദിവസം ന്യൂസിലോ പേപ്പറിലൊക്കെ നോക്കിയിട്ട് അതായത് കുറേ ദിവസങ്ങളിലെ വിലകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട്, അല്ലേ? അങ്ങനെയല്ലേ ചെയ്യാം? അപ്പൊ അതാണ് ചെയ്യുക, ഈ കമ്പാരിസൺ ചെയ്യുക. അതായത് പ്രൈസിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് സമയത്തെ ഡിഫറെൻറ്റ് ഡേയ്സിലുള്ള പ്രൈസിൻ്റെ കമ്പാരിസൺ നോക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് വില കൂടുതലാണോ വില കുറവാണോ എന്ന് നമ്മൾ കണ്ടെത്തുക. ഇതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ. ഇങ്ങനെ പ്രൈസ് ബേസ് ചെയ്ത്, സ്റ്റോക്കിൻ്റെ വിലയെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോക്കിനെ അനാലിസിസ് ചെയ്യുക. അതായത് പ്രൈസ് ബേസ് ചെയ്ത് അനാലിസിസ് ചെയ്യുന്ന ടെക്നിക്കിനെ നമ്മൾ പറയുന്ന പേരാണ് ടെക്നിക്കൽ അനാലിസിസ്. ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസിന് മുകളിലോട്ട് പോകുമോ താഴത്തോട്ട് പോകുമോ എന്ന് നമ്മൾ അനാലിസിസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫസ്റ്റ് മെത്തേഡ് ടെക്നിക്കൽ അനാലിസിസ്. നിങ്ങളിത് ചെയ്യാറുണ്ട്. ജോമി സാറ് ഇതൊന്നും അറിയാതെയാണ് സ്വർണത്തിൻ്റെ വിലയെ കുറിച്ച് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? അത് നമ്മൾ റിയൽ ലൈഫിൽ ചെയ്യുന്നത് കൊണ്ടാണ്. ശരിയല്ലേ? യെസ്. ഇനി മറ്റൊരു കാര്യമുണ്ട്. ഒരു കമ്പനിയിൽ ആ കമ്പനി നല്ലതാണോ, ആ കമ്പനിയുടെ ഓണർ നല്ലതാണോ, നല്ല ബിസിനസ്സാണോ ചെയ്യുന്നത്, ആ കമ്പനിക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടുന്നു, ഈ രീതിയിലുള്ള ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളും കമ്പനിയുടെ ഫണ്ടമെൻ്റൽ കാര്യങ്ങളും. എന്താണ് ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞാൽ അറിയാലോ? ആ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസൾട്ട്, ബിസിനസ്, സെയിൽസ് ഗ്രോത്ത്, മാർക്കറ്റിംഗ്, മാനേജറിൻ്റെ പവർ, ഇതെല്ലാം വെച്ചുകൊണ്ട് ആ കമ്പനീനെ കുറിച്ച് പഠിച്ച് ആ കമ്പനി ഭാവിയിൽ വലിയ കമ്പനിയാവാൻ സാധ്യതയുണ്ടോ എന്ന് പഠിച്ച് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്നാണ് വിളിക്കുക. ഫണ്ടമെൻ്റൽ അനാലിസിസ്. ഇവിടെ സ്റ്റോക്കിൻ്റെ പ്രൈസിന് വലിയ പ്രാധാന്യമില്ല. അപ്പോൾ സ്റ്റോക്ക് വലുതാകുമെങ്കിൽ ഇപ്പോൾ ബൈ ചെയ്ത് വർഷങ്ങളോളം കാത്തിരുന്ന് വില കൂടുമ്പോൾ വിൽക്കുന്ന പരിപാടിക്ക് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. മറ്റേതെങ്ങനെയാണ്? നമ്മൾ പ്രൈസ് നോക്കും. പ്രൈസ് നോക്കിയിട്ട് ഇപ്പോൾ പ്രൈസ് കുറവാണോ, അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 6 മാസത്തെ വിലയൊക്കെ നോക്കിയിട്ട് ഇനി വില മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് ആൻഡ് ടെക്നിക്കൽ അനാലിസിസ്. ഇത് രണ്ടും എന്താണെന്നുള്ളൊരു ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾക്ക് റിയൽ ലൈഫിൽ നിന്ന് തന്നെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ടെക്നിക്കൽ അനാലിസിസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പ്രൈസ് കമ്പയർ ചെയ്യണം. ഫൈൻ. പണ്ട് മുതൽ തന്നെ, അല്ലെങ്കിൽ സ്കൂൾസിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ നമ്മൾ ഈ കമ്പാരിസന് വേണ്ടിയിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്നറിയോ? ഗ്രാഫുകളാണ്, അല്ലേ? ഗ്രാഫ് വരച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പയർ ചെയ്യുന്നത്. 2024 പ്രൈസ്, 2023 പ്രൈസ്, 2022 പ്രൈസ്, 2020 പ്രൈസ്, ഇങ്ങനെ ഓരോ വർഷത്തെയും പ്രൈസ്. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടിയത് ഏത് വർഷമാണെന്ന് നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഗ്രാഫ് ജസ്റ്റ് ഇങ്ങനെ നോക്കും. അപ്പോൾ 2018 ഏറ്റവും കൂടുതൽ മഴ, അന്നാണ് പ്രളയം ഉണ്ടായത്. അപ്പോൾ അത്രയും മഴ ഇനി ഉണ്ടായാലേ പ്രളയം ഉണ്ടാകുള്ളൂ. എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിച്ചത്? 2018 മഴയുമായിട്ട് ഈ വർഷത്തെ മഴേനെ നമ്മളിങ്ങനെ
കമ്പയർ ചെയ്ത് നോക്കി ഇതെങ്ങനെയാണ്, ഇത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ നമുക്ക് ഈ പണി ഭയങ്കരമായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും നമ്മൾ ഈ പണി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്രാഫുകളെയാണ് ഉപയോഗിക്കുന്നത്. സ്റ്റോക്കിൻ്റെ പ്രൈസ് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കാണുകയും അതിനെ അനാലിസിസ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ അനാലിസിസ് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റോക്കിൻ്റെ പ്രൈസ് കാണാൻ പറ്റുന്ന ഗ്രാഫ് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റാണ് tradingview.com. tradingview.com. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. എല്ലാവർക്കും കാണാലോ അല്ലേ? സ്ക്രീൻ എല്ലാവർക്കും കാണാലോ? അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് tradingview.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കണം. ഇപ്പോൾ നമുക്ക് ചാർട്ട് കാണാൻ വേണ്ടി നമ്മളിതിനെ ഗ്രാഫ് എന്നല്ല ഇവിടെ പറയാം, ഇവിടെ പറയുന്നത് ചാർട്ട് എന്നാണ്. ചാർട്ട് ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രോക്കറിൻ്റെ ടെർമിനലിൽ തന്നെ ചാർട്ട്സ് അവൈലബിൾ ആണ് എങ്കിലും നമ്മൾ നമ്മുടെ അനാലിസിസ് എല്ലാം ചെയ്യാനായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നത് tradingview.com ആണ്. tradingview.com. അപ്പോൾ നിങ്ങളെല്ലാവരും മൊബൈലാണെങ്കിലും വെബാണെങ്കിലും ഈ tradingview.com എടുക്കാനായിട്ട് പഠിക്കണം. tradingview.comൽ കയറുക. അവിടെ പ്രൊഡക്ട്സിൻ്റെ അകത്ത് സൂപ്പർ ചാർട്ട്സ് എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്. പ്രൊഡക്ട്സ് സൂപ്പർ ചാർട്ട് ഇത് ഞെക്കിക്കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ചാർട്ട് ഓപ്പണായി വരും. വന്നില്ലേ? സോറി, സൂപ്പർ ചാർട്ട്സിൽ ഓൾറെഡി നിങ്ങളുടെ ഗ്രാഫ് ഓപ്പണായി വരും. അപ്പോൾ ഈ ഗ്രാഫ് കാണുമ്പോൾ നിങ്ങൾക്ക് ആദ്യമൊക്കെ നിങ്ങൾക്ക് ചെറിയൊരു പേടി ഉണ്ടാവും. അപ്പോൾ ഇത് മാറ്റാൻ നമുക്ക് നമ്മുടെ ലൈൻ ചാർട്ട് ഇടാം. ഓക്കെ, ഈ ഇങ്ങനൊരു ചാർട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലേ? ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന ചാർട്ടാണ് അല്ലേ? ഇങ്ങനൊരു സാധനം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ട്. ലൈൻ ചാർട്ട് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? കണ്ടിട്ടില്ലേ രതീഷേ? കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ലൈൻ ചാർട്ട് ഓക്കെ ഫൈൻ. അപ്പൊ എല്ലാവരും ലൈൻ ചാർട്ട് കണ്ടിരിക്കുന്ന ആളുകളാണ്. നമുക്ക് ലൈഫിൽ പല സമയത്തും നമ്മൾ ഇത്തരത്തിലുള്ള ലൈൻ ചാർട്ട് കണ്ടിട്ടുണ്ട്. ലൈൻ ചാർട്ട് എങ്ങനെയാണ് വരയ്ക്കാം? രണ്ട് പ്രൈസുകളെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കും. ഒരു ദിവസത്തിൻ്റെ പ്രൈസും അടുത്ത ദിവസത്തിൻ്റെ പ്രൈസും തമ്മിൽ കണക്ട് ചെയ്ത് വരച്ച് നമ്മൾ ബാലരമയിൽ നമ്പർ യോജിപ്പിക്കുന്ന പോലെ വരച്ച് വയ്ക്കുന്നതിനെയാണ് നമ്മൾ ലൈൻ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ലൈൻ ചാർട്ട്. അപ്പോൾ ഇവിടെ ട്രേഡിംഗ് വ്യൂ ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ജസ്റ്റ് ഓടിച്ചാണ് ട്രേഡിംഗ് വ്യൂ പറയുന്നത്. ട്രേഡിംഗ് വ്യൂ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. നിങ്ങളത് കാണണം. ഓക്കെ, ഇവിടെ ഈ കാണുന്ന വെബ്സൈറ്റാണ് ട്രേഡിംഗ് വ്യൂ. ഇതിൻ്റെ അകത്ത് കുറേ ടൂളുകളുണ്ട്. നമ്മുടെ ട്രേഡിങ്ങിനെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ ടൂൾ. ഇതിവിടെ കണ്ടോ? ഇവിടെയും കുറേ ടൂളുണ്ട്, ഇവിടെയും കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ രണ്ട് സൈഡിലും കുറേ സാധനങ്ങളുണ്ട് അല്ലേ? ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പഠിക്കണം. അതാണ് നമ്മളെ ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ്. ഇവിടെ സെർച്ച്, സിമ്പിൾ സെർച്ച്. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോക്കിൻ്റെ പേര് പറഞ്ഞേ. ഫെഡറൽ ബാങ്ക്. ഓക്കെ, ഫെഡറൽ ബാങ്ക് എന്ന് ടൈപ്പ് ചെയ്യാം. ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫെഡറൽ ബാങ്ക് NSE എന്ന് എഴുതി കാണിക്കും. കണ്ടോ? സ്റ്റോക്കാണ്, NSEയിലുള്ള സ്റ്റോക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ക്ലിക്ക് ചെയ്യും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ കാണുന്ന ഈ പ്രൈസ് മൂവ്മെൻറ്റ് ഏതിൻ്റെയാണ്? ഇപ്പോൾ ഈ കാണുന്ന പ്രൈസ് മൂവ്മെൻറ്റ്
ഫെഡറൽ ബാങ്കിൻ്റെയാണ്. അപ്പോൾ 2023 പ്രൈസാണ് ഈ കാണുന്നത്. മാർച്ചിലെ, മെയ്, ജൂലൈ, സെപ്റ്റംബർ, നവംബർ 2024. അപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വില ഇങ്ങനെ കൂടി 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 ഇടയ്ക്ക് കുറഞ്ഞ് പിന്നെയും കൂടി, ഇടയ്ക്ക് കുറഞ്ഞ് പിന്നെയും കൂടി, കുറഞ്ഞു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ശരിയല്ലേ? അപ്പോൾ പ്രൈസ് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലൈൻ ചാർട്ടിലൂടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഫെഡറൽ ബാങ്ക് സെർച്ച് ചെയ്തു. ഇവിടെ ഒരു ടൈം ഫ്രെയിം ഉണ്ട്. നിങ്ങൾ ഇനിഷ്യലി ഡേ ഇടുക. ഇതിനകത്ത് 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്സ്, 10 മിനിറ്റ്സ് ഒക്കെ ഉണ്ട്. 1 അവർ, 2 അവർ, 3 അവർ, 4 അവർ, 1 ഡേ ഉണ്ട്. നിങ്ങൾ ഇനിഷ്യലി 1 ഡേ മാത്രം സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വരുന്ന മെനുവിൽ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണിക്കും. ബാർ ചാർട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ? എല്ലാവർക്കും അറിയാം ബാർ ചാർട്ട് എന്താണെന്ന്. നിങ്ങൾ സ്കൂൾസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ 5ലും 6ലും 8ലൊക്കെ പഠിച്ചിട്ടുണ്ട് ബാർ ചാർട്ട് എന്താണ്. നമ്മൾ പഠിച്ച ബാർ ചാർട്ട് ഇങ്ങനെയല്ല ഇരിക്കുക. എനിവേസ്, ബാർ ചാർട്ട് എന്താണ്? ജസ്റ്റ് ഒരു ബാറ് മാത്രം വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ബാർ ചാർട്ട്. അതുപോലെ തന്നെ അടുത്തത് ക്യാൻഡിൽസ് ആണ്. ക്യാൻഡിൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല. നിങ്ങൾ പുതിയ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓൾറെഡി ട്രേഡ് ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മളിവിടെ പുതിയതായിട്ട് കാണാൻ പോകുന്നൊരു സാധനമാണ് ക്യാൻഡിൽ സ്റ്റിക്ക്. ഓക്കെ, 1800 കാലഘട്ടങ്ങളിൽ ജപ്പാൻകാരാണ് ക്യാൻഡിൽ സ്റ്റിക്കുകൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അവർ കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്യാൻഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ നോർമൽ ബാർ ചാർട്ടിൽ എന്തൊക്കെയുണ്ട്? നോർമൽ ബാർ ഇങ്ങനെ ഇരിക്കുക, ഓപ്പൺ പ്രൈസ്, ക്ലോസ് പ്രൈസ്. ശരിയല്ലേ? വേറൊന്നും അവിടെ ഇല്ല. എന്നാൽ ഒരു ക്യാൻഡിൽ സ്റ്റിക്സിൽ 2 വര കൂടിയും ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് എവിടെയാണോ വില സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം എവിടെയെങ്കിലുമൊക്കെ മുകളിൽ പോയി ഒന്ന് താഴെ വന്നു, വീണ്ടും ഒത്തിരി മുകളിൽ പോയി, ദെൻ ഈ ലെവലിൽ ക്ലോസ് ചെയ്തു എന്നതിന് അർത്ഥത്തിലാണ് നിങ്ങളിവിടെ ബാർ ചാർട്ടിന് പകരം ക്യാൻഡിൽ സ്റ്റിക്സ് ഡിനോട്ട് ചെയ്യുന്നത്. ബാർ ചാർട്ടിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാൻഡിൽസ്. ഇവിടെ 4 കാര്യങ്ങളാണ് നമ്മൾ ഒരു ക്യാൻഡിൽ സ്റ്റിക്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഒന്ന്, സ്റ്റാർട്ട് ചെയ്ത പ്രൈസ്, ഓപ്പൺ പ്രൈസ്. എപ്പോഴെങ്കിലും വില താഴെ പോയിട്ടുണ്ടാവും, അതിനെ നമ്മൾ ലോ പ്രൈസ് എന്നും, ഏറ്റവും മുകളിൽ പോയ പ്രൈസിനെ നമ്മൾ ഹൈ പ്രൈസ് എന്നും, എവിടെയാണോ വില തീർന്നത് അതിനെ നമ്മൾ ക്ലോസ് ടൈം തീർന്ന പ്രൈസ്. അപ്പോൾ അതായത് ഇതൊരു ദിവസത്തെ മൂവ്മെൻ്റ് ആയിരിക്കും. ഒരു ഡേ, ഒറ്റ സെക്കൻഡേ, ഇതൊരു ദിവസത്തെ മൂവ്മെൻ്റ് ആയിരിക്കും നിങ്ങൾ ഈ കാണുന്നത്. ഒരു ദിവസത്തെ മൂവ്മെൻറ്റ്. ഒരു ദിവസം കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ വില എവിടം വരെ പോയി, എത്ര കുറഞ്ഞു, വീണ്ടും എത്ര കൂടി, എവിടെ ക്ലോസ് ആയി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഡിനോട്ട് ചെയ്ത് നമ്മൾ വരയ്ക്കുന്നതിനെയാണ് ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു സിംഗിൾ ക്യാൻഡിലിൽ വരച്ചു വെച്ചിരിക്കുകയാണ് ഈ കാണുന്നത്. ഒരു ക്യാൻഡിലിന് 4 ഭാഗമുണ്ട്. ഓപ്പൺ ഉണ്ട്, ക്ലോസ് ഉണ്ട്, ലോ ഉണ്ട്, ഹൈ ഉണ്ട്. അങ്ങനെ 4 ഭാഗങ്ങളാണുള്ളത്. ഇത് ക്യാൻഡിലിൻ്റെ പകരമുള്ള ലൈൻ ചാർട്ടാണ്. അപ്പോൾ ഈ കാണുന്ന ഇവിടെ ഗ്രീൻ കാണുന്നുണ്ട്, ഇവിടെ റെഡ് കാണുന്നുണ്ട്, ഇങ്ങനെ പലതും നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ദിവസത്തെ പ്രൈസ് മൂവ്മെൻറ്റിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒരു ദിവസത്തെ പ്രൈസ് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, 2 ടൈപ്പ് ക്യാൻഡിലുകളാണുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഗ്രീൻ ക്യാൻഡിലും ഉണ്ട്, റെഡ് ക്യാൻഡിലും ഉണ്ട്. നിങ്ങളെല്ലാവരും സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നുണ്ട് അല്ലേ? ചിലപ്പോൾ റെഡ് ക്യാൻഡിലാണ്, ചിലപ്പോൾ ഗ്രീൻ ക്യാൻഡിലാണ്. ശരിയല്ലേ? ഇവിടെ ഒരു ക്യാൻഡിൽ ഇങ്ങനെയാണ് ഇരിക്കുക. ഒരു സ്ട്രോങ് ബോഡി ഉണ്ട്, മുകളിലും താഴത്തെ ഒരു വരയുണ്ട്. അപ്പോൾ ഈ സ്ട്രോങ് ഭാഗത്തിനെ നമ്മൾ ബോഡി ഓഫ് ക്യാൻഡിൽ എന്നാണ് വിളിക്കുക. ബോഡി ഓഫ് ക്യാൻഡിൽ. ഈ വര മാത്രം ഇരിക്കുന്ന ഈ ഭാഗത്തിനെ നമ്മൾ വിക്ക് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ഷാഡോ വിക്ക്, അല്ലെങ്കിൽ ഷാഡോ എന്നാണ് വിളിക്കുക. വിക്ക് അല്ലെങ്കിൽ ഷാഡോ ആണ്. അപ്പോൾ ഈ ക്യാൻഡിലിന് ബോഡിയും വിക്കും ഉണ്ടോ? ഉണ്ട്. യെസ്, ആ ക്യാൻഡിലിന് ബോഡിയുണ്ട്, വിക്കും ഉണ്ട് അല്ലേ?
പിന്നെ റെഡ് ക്യാൻഡിലും ഉണ്ട്, ഗ്രീൻ ക്യാൻഡിലും ഉണ്ട്. അപ്പോൾ ഈ ഗ്രീൻ ക്യാൻഡിൽ, എല്ലാ ഗ്രീൻ ക്യാൻഡിലിനെയും നമ്മൾ വിളിക്കുന്ന പേര് ബുള്ളിഷ് ക്യാൻഡിൽ എന്നാണ്. ബുള്ളിഷ് ക്യാൻഡിൽ. എന്തുകൊണ്ടാണ് ബുള്ളിഷ് ക്യാൻഡിൽ ആയത്? താഴെ ഓപ്പൺ ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്തത് കൊണ്ടാണ്. അതിൻ്റെ വില താഴെ നിന്ന് മുകളിലോട്ട് പോയത് കൊണ്ടാണ് അതിനെ എന്ത് ക്യാൻഡിൽ എന്ന് വിളിക്കുന്നത്? ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് വിളിക്കുന്നത്. ബുൾ എന്താ ചെയ്യാറ്? കാള എന്താ ചെയ്യാ? കുത്തി മുകളിലോട്ട് പറഞ്ഞു വിടും അല്ലെ? ഇങ്ങനെ തലയും കൊണ്ട് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ഒറ്റ പൊക്കലാണ്. വില താഴ്ത്തുനിന്ന് മുകളിലോട്ട് പൊക്കും. അതുകൊണ്ടാണ് നമ്മൾ ബുൾ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ മാർക്കറ്റ് ഭയങ്കരമായിട്ട് മുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് ന്യൂസ് വരും, ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ കാളകളുടെ തേരോട്ടം, ബുള്ളിഷ് മാർക്കറ്റ്. അവിടെ മുംബൈയിൽ കാള ഇറങ്ങി എന്നാണോ അതിൻ്റെ അർത്ഥം? ഇന്ന് മാർക്കറ്റിൽ കാള ഇറങ്ങി എന്നൊക്കെയാണ് ന്യൂസിൽ വരിക. അതിൻ്റെ അർത്ഥം എന്താ? ജല്ലിക്കെട്ട് മുംബൈയിലോട്ട് മാറ്റിയെന്നാണോ? സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ജല്ലിക്കെട്ട് മാറ്റിയെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല, പ്രൈസ് മുകളിലോട്ട്, ഇന്ന് വില മുകളിലോട്ട് പോയി എന്നാണ് അർത്ഥം. അപ്പൊ ഗ്രീൻ ക്യാൻഡിലിനെ എന്ത് ക്യാൻഡിൽ എന്ന് വിളിക്കാം? ബുള്ളിഷ് ക്യാൻഡിൽ എന്നാണ് വിളിക്കുക. അപ്പോൾ റെഡ് ക്യാൻഡിലിനെ നമ്മൾ എന്ത് വിളിക്കും? ബിയറിഷ് ക്യാൻഡിൽ എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് ബിയറിഷ് എന്ന് വിളിക്കുന്നത്? കരടി എന്താ ചെയ്യുന്നേ? അടിച്ച് കൈ കൊണ്ടൊരു അറ്റടിയാണ് ദേ പോണു താഴത്തോട്ട്, നമ്മളെ അടിച്ചു വീഴ്ത്തും അല്ലേ? ബിയർ അടിച്ചു വീഴ്ത്തും, ബുള്ള് മുകളിലോട്ട്. അപ്പോൾ റെഡ് ക്യാൻഡിൽ ആൻഡ് ഗ്രീൻ ക്യാൻഡിൽ. ഗ്രീൻ ക്യാൻഡിൽ ഇങ്ങനെയാണ് ഇരിക്കുക. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്നതേ നമ്മൾ പഠിച്ചു. അപ്പോൾ വില എന്ത് ചെയ്യും? ഇവിടെ ഓപ്പൺ ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്യും. അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ലോ പോയിട്ടുണ്ടാവും, ഹൈ പോയിട്ടുണ്ടാവും. അതായത് വില ഇവിടെ ഓപ്പൺ ചെയ്ത് എപ്പോഴെങ്കിലുമൊക്കെ താഴെ പോയി, വീണ്ടും മുകളിൽ പോയി, തുടങ്ങിയതിനേക്കാൾ മുകളിൽ ക്ലോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ബുള്ളിഷ് ക്യാൻഡിൽ. അപ്പോൾ ഓപ്പൺ ക്ലോസ്, തുടങ്ങിയതിനേക്കാൾ മുകളിലായിരിക്കും അത്. അതാണ് ഗ്രീൻ ക്യാൻഡിൽ അല്ലെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിൽ. ബിയറിഷ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നത് മുകളിലായിരിക്കും, എന്നിട്ട് വില താഴത്തോട്ടായിരിക്കും വരിക. മുകളിൽ തുടങ്ങി താഴെ വരും. അതായത് ഇവിടെ പ്രൈസ് തുടങ്ങി എപ്പോഴെങ്കിലൊക്കെ മുകളിൽ പോയി ഒന്ന് വീണ്ടും താഴെ വന്ന് ഏകദേശം ഇവിടെ. അപ്പോൾ അതായത് ഓപ്പൺ ഇവിടെയാണ് ഓപ്പൺ, ഇവിടെയാണ് ക്ലോസ്. ഇത് ഹൈ, ഇത് ലോ. അപ്പോൾ ഇതാണ് ബിയറിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഒരു ക്യാൻഡിൽ ഇവിടെ നമ്മളൊരു 1 ഡേ ടൈം ഫ്രെയിം ആണെങ്കിൽ ഈ എല്ലാ ക്യാൻഡിലിനും നമുക്ക് ടൈം ഫ്രെയിം മാറ്റി കൊടുക്കാം. ഇപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഡേ മാറ്റി എന്താക്കാം? 1 മിനിറ്റ് ആക്കാം. 1 മിനിറ്റ് ആക്കി കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ എത്ര സമയത്തെ വാല്യൂ ആണ് കാണിക്കുന്നത്? ഈ ഒരു ക്യാൻഡിൽ 1 മിനിറ്റിലുണ്ടായ വില വ്യത്യാസമാണ് കാണിക്കുന്നത്. 1 മിനിറ്റ് മാറ്റി നമുക്ക് എത്രയാക്കാം? ഇവിടെ ഒരു 5 മിനിറ്റ് ആക്കാമെന്ന് ഒരിക്കൽ. ഒരു ക്യാൻഡിൽ കാണിക്കുന്നത് 5 മിനിറ്റിലെ വില വ്യത്യാസമാണ്. ഞാൻ നിങ്ങളെ എക്സാമ്പിളായിട്ട് കാണിച്ചുതരാം. ഇപ്പോൾ ഇന്ന് മാർക്കറ്റിൽ ബിറ്റ് കോയിൻ ഉണ്ട്, BTC USDT. ബിറ്റ് കോയിനിൽ ട്രേഡ് നടക്കുന്നുണ്ട് കേട്ടോ. ബിറ്റ് കോയിൻ കാണിച്ചു തരാം, 1 മിനിറ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ എന്ത് കാണിക്കുന്നുണ്ട്? നിങ്ങൾ ഇവിടെ നോക്കിയേ, 30 സെക്കൻഡ് 26 സെക്കൻഡ് മാർക്കുണ്ട്. അപ്പോൾ ഇവിടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തു, ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക വില മുകളിൽ 20 സെക്കൻഡ് കൂടി ബാക്കിയുണ്ട് ഈ ക്യാൻഡിൽ ക്രിയേറ്റ് ആയി തീരാൻ. വില മുകളിലോട്ട് പോയിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എന്ത് ക്യാൻഡിലായിട്ടാണ് കാണുന്നത്? ഗ്രീൻ ആണ്, ബുള്ളിഷ് ക്യാൻഡിലാണ്. ഇവിടെ തുടങ്ങിയ വില മുകളിൽ പോയി. നമുക്ക് ഒരു 2-3 ക്യാൻഡിൽ കാണാം. 7 സെക്കൻഡ് ബാക്കിയുള്ളൂ. 7 സെക്കൻഡിൽ ഇപ്പോൾ ആ ക്യാൻഡിൽ തീരും, അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആവും. യെസ്, ആ ഗ്രീൻ ക്യാൻഡിൽ അടുത്ത ക്യാൻഡിൽ ഇവിടെ ഓപ്പണായി. ഓപ്പൺ ചെയ്ത് ഇവിടെ ഓപ്പൺ ചെയ്ത് വില താഴത്തോട്ട് വന്നുകൊണ്ട് അതിൻ്റെ കളർ എന്തായി? റെഡായി. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ ഓപ്പൺ ചെയ്ത് താഴത്തോട്ട് വന്നുകൊണ്ടാണ് അത് റെഡായത്. താഴെ വന്നു, തിരിച്ച് ഇനിയിപ്പോൾ 37 സെക്കൻഡ് ഉണ്ട്. ഇതിനുള്ളിൽ എപ്പോഴെങ്കിലും തുടങ്ങിയതിൻ്റെ മുകളിൽ പോയതിൻ്റെ കളർ എന്തായിട്ട് മാറും? ഗ്രീൻ ആവും. ഇപ്പോൾ ഓക്കെ, നിങ്ങൾ നോക്കിക്കോ, ശ്രദ്ധിച്ച് നോക്കിക്കോ, ഗ്രീൻ ആവുന്നുണ്ടോ
അതോ തുടങ്ങിയതിൻ്റെ താഴെ തന്നെയാണെങ്കിൽ അത് എന്തായിട്ട് തീരുള്ളൂ? റെഡായിട്ടേ തീരുള്ളൂ. 10 സെക്കൻഡ് ബാക്കിയുണ്ട്. ടൈം കണ്ടോ? 1 മിനിറ്റാണ് ഒരു ക്യാൻഡിലിൻ്റെ ടൈം ഡ്യൂറേഷൻ. 1 മിനിറ്റ് തീർന്നു, സമയം തീർന്നു. അടുത്ത ക്യാൻഡിൽ, അടുത്ത 1 മിനിറ്റ്. തുടങ്ങിയതിൻ്റെ മുകളിൽ പോയി അതിൻ്റെ കളർ എന്തായി? ഗ്രീനായി. താഴെ വരികയാണെങ്കിൽ അത് റെഡാവും. ഈ 1 മിനിറ്റിന് പകരം ഞാൻ 1 ഡേ ഇടാണെന്ന് ഇരിക്കും. 1 ഡേ എന്താ സംഭവിച്ചേ? ഈ ഒരു റെഡ് ക്യാൻഡിൽ, ഈ സ്ട്രോങ് റെഡ് ക്യാൻഡിലാണ് ഒരു ദിവസത്തെ വില നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു ദിവസം, ഈ ദിവസം തീരാൻ ഇനി എത്ര സമയം ബാക്കിയുണ്ട്? 7 മണിക്കൂറുകൾ ബാക്കിയുണ്ട്. 7 മണിക്കൂർ ബാക്കിയുണ്ടോ? 2 മണിക്ക് എന്തോ ആണെന്നോ ഡേ ക്ലോസ് വരെ, അതുകൊണ്ടായിരിക്കും. ഇപ്പോൾ സമയം എന്തായി? 10 മണിയായിട്ടുണ്ട്. 10 ശരിയാ, 2 മണിക്കാണ്. 2 മണിക്കാണ് ഡേ ക്ലോസ് വരാം. 2 to 2 ട്രേഡിങ്ങിൻ്റെ ഡേ ക്ലോസ് വരാം. അപ്പോൾ ഇന്നിനി ദിവസം തീരാൻ 7.5 മണിക്കൂർ ബാക്കിയുണ്ട്. 7.5 മണിക്കൂർ കഴിഞ്ഞാലാണ് ഈ ക്യാൻഡിൽ എന്താവുക? ഈ ക്യാൻഡിൽ ക്ലോസ് ആവുക. അത്രയും നേരം ഈ ക്യാൻഡിൽ എന്ത് വന്നുകൊണ്ടിരിക്കുക? മൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുക. അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ചെയ്താൽ 24 hours ആണ് ഒരു ക്യാൻഡിൽ. കാരണം എന്തുകൊണ്ടാണ്? ഇത് 24 മണിക്കൂർ ട്രേഡ് ഉള്ള ഒരു മാർക്കറ്റിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് എപ്പോൾ മുതൽ എപ്പോൾ വരെ ഉള്ളൂ? ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ടൈമിംഗ് പറഞ്ഞോളൂ. 9:15 മുതൽ 3:30 വരെയാണ് ഇന്ത്യൻ മാർക്കറ്റ്. ഇന്ത്യൻ മാർക്കറ്റ് രാവിലെ 9:15 മുതൽ 3:30. അപ്പോൾ 1 ഡേ ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറല്ല, 9:15 മുതൽ 3:30 വരെയുള്ള സമയത്തെ ട്രേഡിങ്ങിനെയാണ് നമ്മൾ 1 ഡേ ക്യാൻഡിൽ അടയാളപ്പെടുത്തുക. 9:15 എവിടെ തുടങ്ങി, 3:30 എവിടെ തീർന്നു എന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നമ്മുടെ ഫെഡറൽ ബാങ്കിലോട്ട് തിരിച്ചു പോവുകയാണ്. ഫെഡറൽ ബാങ്കിലോട്ട് നമ്മൾ തിരിച്ചു പോയി. ഫെഡറൽ ബാങ്കിൻ്റെ 1 ഡേ ചാർട്ട് ഇട്ടു. ഓക്കെ, ഇവിടെ ഒരു സാധനം കണ്ടോ? നിങ്ങൾക്ക് ഇവിടെ ടൈം ഫ്രെയിം മാറ്റാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ താഴത്ത് 1 ഡേ, 5 ഡേ, 1 മന്ത് ഉണ്ട്. 1 മന്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീനിൽ കറക്റ്റ് ഒരു മാസത്തെ ചാർട്ടായിരിക്കും കാണാം. 1-ാം തീയതി മുതൽ ഉള്ള 31-ാം തീയതി വരെയുള്ള കറക്റ്റ് ഒരു മാസത്തെ ഡ്യൂറേഷനാണ് നിങ്ങൾ കാണുക. 1 മന്ത്. എനിക്ക് 3 മന്ത് കാണണമെങ്കിൽ ഇവിടെ താഴത്ത് നോക്കിയാൽ മതി. 3 മാസത്തെ പ്രൈസ് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫെബ്രുവരി മുതൽ മെയ് 1-ാം തീയതി വരെയുള്ള പ്രൈസ് മൂവ്മെൻറ്റ്. ഒരു വർഷത്തെ കാണണമെങ്കിലോ അവിടെ താഴത്ത് 1 ഇയർ എന്ന് ടൈപ്പ് ചെയ്തു. എന്നതുപോലെ മെയ് മുതൽ മെയ് വരെയുള്ള പ്രൈസ് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാം. ഇനി 5 ഇയർ കാണണമെങ്കിൽ ഇവിടെ താഴത്ത് നിൽക്കിയാൽ മതി. 5 ഇയറിൻ്റെ പ്രൈസ് കാണാം. ഓൾ തുടങ്ങിയ സമയം മുതൽ 95-ലാണ് ഫെഡറൽ ബാങ്ക് ലിസ്റ്റ് ചെയ്യുന്നത്. 95 ലിസ്റ്റ് ചെയ്യുമ്പോൾ ഫെഡറൽ ബാങ്കിന് 6 രൂപയാണ് ഉണ്ടായിരുന്നത്. 6 രൂപ. ഇന്നത്തെ വില എത്രയാണ്? 165 രൂപ. കൊറോണയുടെ സമയത്ത് 34 രൂപ വരെയും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊറോണയുടെ സമയത്ത്. ഇപ്പോഴത്തെ വില 162 രൂപ. കൊറോണയ്ക്ക് 2020 34 രൂപയ്ക്ക് വാങ്ങിയിരുന്നുവെങ്കിൽ ഇന്നത്തെ വില 162 രൂപ. എത്ര ഇരട്ടി? നിയർലി 5 times. അതായത് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം 5 ലക്ഷം രൂപ ആയേനെ. ഓക്കെ, കുറവാണ് മറ്റ് ചില സ്റ്റോക്കുകൾ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ എങ്ങനെ മാറ്റാമെന്ന് ഇവിടെ മുകളിൽ ഒരു പുതിയ സ്റ്റോക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മുകളിൽ ടൈപ്പ് ചെയ്യാം റിലയൻസ് ഗ്ലോബൽ. റിലയൻസ് ഗ്ലോബലായിട്ട് റിലയൻസ്. ഇവിടെ നിങ്ങൾ റിലയൻസ് എന്നൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ 2 കാര്യം ശ്രദ്ധിക്കുക. ഇങ്ങനെ വരും, എല്ലാം വരും കേട്ടോ. ലോകത്തുള്ള എല്ലാ സ്റ്റോക്കും ട്രേഡിംഗ് വ്യൂവിലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോക്കാണോ
ഇന്ത്യയുടെ ഫ്ലാഗ് ആണോ നോക്കാം. നോക്കിയേ, സ്റ്റോക്ക് ഇന്ത്യയുടെ ഫ്ലാഗ് NSE എക്സ്ചേഞ്ചിലെ സ്റ്റോക്കാണ് ഇത്, റിലയൻസ്. അതേ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും സെലക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, റിലയൻസ്, ഇതാണ് റിലയൻസ്. 2091 മുതൽ റിലയൻസ് ഉണ്ട്. അതിനു മുമ്പുണ്ട് എനിക്ക് തോന്നുന്നു, BSEയിൽ അതിന് മുമ്പൊക്കെ ഉണ്ട്. അപ്പോൾ 24 രൂപ ഉണ്ടായിരുന്ന സ്റ്റോക്കിന് ഇപ്പോൾ 3000 രൂപയാണ് വില. മനസ്സിലായില്ലേ? ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ സ്റ്റോക്കും ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഗുണം? പ്രൈസ് കമ്പയർ ചെയ്യാം. എത്രയായിരുന്നു ഇതിനു മുമ്പത്തെ ടോപ്പ്, എത്രയായിരുന്നു ഇതിനു മുമ്പത്തെ ലോ എന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ഇങ്ങനെ ചാർട്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ നോക്കുക. ഇങ്ങനെ നോക്കി ഇപ്പം നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, ഐ നോ ദാറ്റ്, ബട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇനി എന്ത് ചെയ്യാൻ പോവാ, പഠിക്കാൻ പോവാ. ഇനിഷ്യലി നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡിംഗ് വ്യൂ എടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. ട്രേഡിംഗ് വ്യൂവിൽ ഡിഫറെൻറ്റ് ചാർട്ട് ഓപ്പൺ ചെയ്യുക, ഡേ മാറ്റി വേറെ ടൈം ഫ്രെയിം ഇട്ട് നോക്കുക. ഈ ടൂളുകളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. ഈ ടൂളുകളെ കുറിച്ച് പഠിക്കാനുള്ള വീഡിയോ ആണ് ഞാൻ തരുള്ളൂ, നിങ്ങളത് കണ്ട് പഠിക്കണം കേട്ടോ. ബേസിക് കാര്യങ്ങളാണ്, അതൊക്കെ വളരെ ഈസി ആയിട്ട് പഠിക്കുക ഒരാൾക്ക്. ഈ ടൂളുകൾ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള, ഈ ടൂളുകൾ എന്താണെന്നുള്ള ബേസിക് വീഡിയോ ഞാൻ തരാം, അത് നിങ്ങൾ കണ്ട് പഠിക്കുക. ഓക്കെ, ഇനിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സ്റ്റോക്കിൻ്റെ വില എങ്ങനെയാണ് മാറുന്നത്, എങ്ങനെയാണ് പോകുന്നത്, അതിനാണ് നമ്മൾ സ്റ്റേജസ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയാം. ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് എപ്പോഴും 4 സ്റ്റേജസ് ആയിട്ടാണ് പോകുന്നത്. 4 സ്റ്റേജസ്, 4 സ്റ്റേജസ് ഓഫ് സ്റ്റോക്ക് പ്രൈസ് എന്നാണ് അതിനെ പറയാം. ഒന്നാമത്തെ സ്റ്റേജ് ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം. നിഫ്റ്റി കാണിച്ചു തരാം. ഒന്നാമത്തെ സ്റ്റേജിനെ നമ്മൾ അക്യുമുലേഷൻ സ്റ്റേജ് എന്നാണ് വിളിക്കുക. എന്തെന്നാ വിളിക്കുക? അക്യുമുലേഷൻ സ്റ്റേജ് എന്ന് വിളിക്കും. ഓക്കെ, അക്യുമുലേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് വലിയ കാര്യമായിട്ട് മുകളിലോട്ടും പോവില്ല, വലിയ കാര്യമായിട്ട് താഴത്തോട്ടും പോവില്ല. പ്രൈസ് ഇങ്ങനെ ഒരേ ലെവലിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് അക്യുമുലേഷൻ സ്റ്റേജ്. ഇത് കണ്ടോ, ഇങ്ങനെ അക്യുമുലേഷൻ സ്റ്റേജ് കഴിഞ്ഞു. എപ്പോഴാണോ അക്യുമുലേഷൻ സ്റ്റേജ് കഴിയുന്നത് ആ സമയത്ത് ഇതിനെ എന്ത് സ്റ്റേജ് എന്ന് വിളിക്കുന്നത്? അക്യുമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാവരും ഇങ്ങനെ വാങ്ങി കൂട്ടുകയാണ്, എല്ലാവരും അക്യുമുലേറ്റ് ചെയ്ത് കഴിയാണ്, എല്ലാവരും സാധനം വാങ്ങി. ഇനി സാധനം കിട്ടാനില്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? പ്രൈസ് പെട്ടെന്ന് ഷൂട്ടപ്പ് ആകും, പ്രൈസ് പെട്ടെന്ന് മുകളിലോട്ട് പോകും. ആ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് അപ് ട്രെൻഡ് അല്ലെങ്കിൽ മാർക്കപ്പ് സ്റ്റേജ് എന്നാണ് വിളിക്കുക. അപ് ട്രെൻഡ് അല്ലെങ്കിൽ മാർക്കപ്പ് സ്റ്റേജ് എന്നാണ് വിളിക്കുക. ഇങ്ങനെ അപ് ട്രെൻഡും മാർക്കപ്പും കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു സ്റ്റേജിൻ്റെ ഇവിടെ വലിയ കാര്യമായിട്ട് അത് വിസിബിൾ അല്ല, അതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് എന്ന് വിളിക്കുക. തേർഡ് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷനിൽ എന്താ നടക്കുക? എല്ലാ ആൾക്കാരും അവിടെ പ്രൈസ് വിറ്റ് ഒഴിവാക്കും. ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈസ് വീണ്ടും താഴത്തോട്ട് വരും. അതിനെയാണ് ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ മാർക്കപ്പ് ഡൗൺ എന്ന് വിളിക്കുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അക്യുമുലേറ്റ് ചെയ്യും, വീണ്ടും പ്രൈസ് മുകളിൽ പോവും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, വില താഴെ വരും. ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ പ്രൈസ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് സ്റ്റേജിലാണ് പ്രൈസ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞേ. വാങ്ങിക്കാൻ പറ്റും. അപ് ട്രെൻഡ് ആണെങ്കിൽ മാത്രം നമ്മൾ മേടിച്ചാൽ മതി. അക്യുമുലേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? വെയിറ്റ് ചെയ്യാം. ഡൗൺ ട്രെൻഡിൽ പോയി മേടിക്കണോ? മേടിക്കണ്ട.
അപ്പോൾ ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ പ്രൈസ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. സ്റ്റേജസ്. എത്ര സ്റ്റേജസ് ഉണ്ട്? 4 സ്റ്റേജ് ഉണ്ട്. ഇതിങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റോക്കിൽ ചാർട്ട് എടുത്തിട്ട് നിങ്ങളിങ്ങനെ വരയ്ക്കാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ ഫെഡറൽ ബാങ്ക് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ഫെഡറൽ ബാങ്കിൻ്റെ NSE സ്റ്റോക്ക് എടുത്തു, നോക്കുകയാണ് എവിടെയാണ് അക്യുമുലേഷൻ നടന്നത്. ഓക്കെ, വലിയ കാര്യമായിട്ടുള്ള അക്യുമുലേഷൻ ഒന്നും ഉണ്ടായില്ല, അല്ലാതെ തന്നെ പോയി വില പെട്ടെന്നാണ്. ഇവിടെ ശരിക്കും ഒരു അക്യുമുലേഷനുള്ള സ്റ്റേജ് ഉണ്ടായിരുന്നു, പക്ഷെ ഒത്തിരി സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഡൗൺ സൈഡ് കഴിഞ്ഞു, വളരെ കുറച്ച് ദിവസം മാത്രമാണ് വില ഇവിടെ നിന്നുള്ളൂ അല്ലേ. വളരെ കുറച്ച് ദിവസം വില ഇവിടെ നിന്നു, ഒത്തിരി സമയമൊന്നും നിന്നില്ല. എന്നാലും നിയർലി 1 ഇയർ ഉണ്ട്. 1 ഇയർ നിന്നു, അതിനുശേഷം വില വളരെ പെട്ടെന്ന് മുകളിൽ ഇതുവരെയും വലിയ കാര്യമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ട് കൂടിയില്ല, ഇതുവരെയും വന്നിട്ടില്ല. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്, ഇതുവരെയും എന്ത് ചെയ്തില്ല, ഒരു ഡൗൺ ട്രെൻഡോ ഒരു ഡിസ്ട്രിബ്യൂഷനോ വന്നിട്ടില്ല. ഇനി എന്തുണ്ടാകാം? ചിലപ്പോൾ അപ്പ് ട്രെൻഡ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം, കുറച്ച് ആളിങ്ങനെ സൈഡ് വൈസ് ചെയ്യും, വില താഴത്തോട്ട് വരും. അല്ല ഇപ്പോൾ അന്നൊന്നും യാതൊരു നിർബന്ധമില്ല, എന്ത് ചെയ്യാം, ഇനിയും മുകളിലോട്ട് പോകാം. ഓക്കെ, പക്ഷെ ഇപ്പം നമുക്ക് കറൻറ്റ്ലി എന്തറിയാം, ഇവിടെ മുതൽ ഒരു അപ്പ് ട്രെൻഡ് ഫേസിലാണ് സ്റ്റോക്ക് എന്ന് മനസ്സിലായി. ഇങ്ങനത്തെ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ അപ്പ് ട്രെൻഡ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്യാം. റീസണബിൾ പ്രൈസിലാണെന്ന് മനസ്സിലായാൽ നമുക്ക് ബൈ ചെയ്യാം. അപ്പോൾ പ്രൈസ് നമ്മളിങ്ങനെ കമ്പയർ ചെയ്യണം. നിങ്ങൾ നേരത്തെ ഗോൾഡ് മേടിക്കുന്ന കഥ പറഞ്ഞു. ഓക്കെ, ഇവിടെ ഹൈ എത്രയാ? 140. എത്ര വില കുറഞ്ഞിട്ടുണ്ടായിരുന്നു? 120 പോയിണ്ടായിരുന്നു. ഇപ്പോൾ എത്രയാ? 160. അപ്പോൾ ഇനിയും താഴത്തോട്ട് എങ്ങാനും ഒരു ഇച്ചിരിയൊക്കെ താഴത്തോട്ട് വന്ന് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും മേടിക്കാം. അപ്പോൾ നമ്മൾ ഏത് സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കുക, അത് മാത്രം ഇനിഷ്യലി നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് മാർക്കറ്റ് സ്റ്റേജസ് നിങ്ങൾ കണ്ടുപിടിക്കുക. ട്രേഡിംഗ് വ്യൂ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോക്ക്, ഇപ്പോൾ ഫെഡറൽ ബാങ്ക് വേണ്ട, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ സ്റ്റോക്ക് പറഞ്ഞേ, ഏഷ്യൻ പെയിൻറ് എടുത്തു. ഏഷ്യൻ പെയിൻറ്റിൻ്റെ ചാർട്ട് എടുത്തു. ഓക്കെ, നമ്മൾ നോക്കുകയാണ്. നോക്കി ഏഷ്യൻ പെയിൻറ്റ്സ് എന്ത് പറ്റി? നോക്ക്, എന്താ ഇപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സിൽ സംഭവിക്കണേ? പറയും. നിങ്ങൾ പറഞ്ഞേ, ഇവിടെ ഒരു അക്യുമുലേഷനൊക്കെ കഴിഞ്ഞ് വില മുകളിൽ ഇവിടെ അക്യുമുലേഷൻ കഴിഞ്ഞ് വില മുകളിൽ പോയി. ഇപ്പം എന്താ സംഭവിക്കുന്നത്? വില മുകളിൽ പോയിട്ട് മിക്കവാറും അതൊരു ഡിസ്ട്രിബ്യൂഷൻ ആകാനാണ് സാധ്യത. ഇനി എന്ത് ചെയ്യും? വില താഴെ വരും, വീണ്ടും കൺസോളിഡേറ്റ് ചെയ്യും, വീണ്ടും വളരും. ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം അല്ലേ? വില എന്ത് ചെയ്യാം? 2021 മുതൽ അല്ലെങ്കിൽ 22 മുതലെങ്കിലും ഹൈ വന്നിട്ട് പിന്നെ വില അത് വിട്ട് പോയിട്ടില്ല. 2 കൊല്ലമായിട്ട് 2 ഇയേഴ്സ് ആയിട്ട് വില ഒരേ വിലയിൽ നിൽക്കുക. അപ്പം ഇങ്ങനെയുള്ളൊരു സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ ഇപ്പോൾ? വേണ്ട. യെസ്. അപ്പോൾ ഏത് സ്റ്റേജിലാണെന്ന് മനസ്സിലായാൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? അതിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണോ, ഇപ്പോൾ കാശ് ഇടണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താണ്? ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്യുക. ഫോണിലാണെങ്കിലോ വെബിലാണെങ്കിലോ ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഡിഫറെൻറ്റ് സ്റ്റോക്കുകൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോക്ക്, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സും ഇനി ഒരു സ്റ്റോക്കിൻ്റെ പേര് പറഞ്ഞേ, മണപ്പുറം, നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ മണപ്പുറം ഞാൻ സെലക്ട്. മണപ്പുറം നോക്കിയേ. മണപ്പുറം ആദ്യം മുകളിൽ പോയി അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, താഴെ വന്നു, ഇവിടെ ചെറുതായിട്ടൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് വീണ്ടും മുകളിലോട്ട് പോവാണ്. ഇനി എന്ത് ചെയ്യാം? ചിലപ്പോൾ ഇനി മുകളിൽ പോവാം, കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, വീണ്ടും താഴത്തോട്ട് വരും. ഇങ്ങനെ ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് ഈ സ്റ്റോക്ക്? അതൊരു അപ്പ് ട്രെൻഡിലാണെന്ന് നമുക്ക് മനസ്സിലായി.
നിങ്ങളെപ്പോഴും 1 മന്തോ 1 ഡേ ഒക്കെ ഇട്ട് വേണം കേട്ടോ നോക്കാൻ. 1 ഡേ ഇട്ട് നോക്കണം. ഈ ടൈം ഫ്രെയിം 1 മന്ത് ഇട്ട് നോക്കിയാൽ മതി. 1 മന്ത് ഇട്ട് നോക്കി നിങ്ങൾ ഫിനിഷിൽ പഠിച്ചാൽ മതി. ഈ സ്റ്റോക്ക് എവിടെയായിരുന്നു അക്യുമുലേഷൻ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ഇവിടെയായിരുന്നു അക്യുമുലേഷൻ. കണ്ടോ, ഇവിടെ ഒരു അക്യുമുലേഷൻ ചെയ്തു, മുകളിലോട്ട് പോയി, പെട്ടെന്ന് താഴെ വന്നു, വീണ്ടും മുകളിൽ പോയി, ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, താഴെ വന്നു, വീണ്ടും മുകളിൽ പോയി. അല്ലേ, ഒരു W ഷേപ്പിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നോക്കിയേ, ഇങ്ങനെ നിങ്ങൾ കുറച്ച് കളയുമ്പോൾ ഇങ്ങനത്തെ ലെറ്റേഴ്സ് ഒക്കെ ഇവിടെ നിന്ന് കാണും. WM എന്നൊക്കെ പറയും. ഫൈൻ. അപ്പോൾ ഇങ്ങനെ പ്രൈസുകളെ കമ്പയർ ചെയ്ത് പഠിക്കുന്ന ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് വിളിക്കാം. ഹലോ, ഒരു സംശയം പറഞ്ഞോളൂ. നമ്മള് ഇത് ചെയ്യുമ്പോൾ ഈ 52 വീക്ക് ലോ ഹൈ എന്ന് പറയുന്നത് അത് എവിടെയാണ് നമ്മളത്? അതൊന്നും ഇപ്പൊ പഠിക്കണ്ട, അതൊക്കെ നമുക്ക് പഠിക്കാം. ആദ്യം ചാർട്ട് എടുക്കാനൊന്ന് പഠിക്കും. ഫൈൻ. ചാർട്ട് ഓപ്പൺ ചെയ്യുക, മന്ത്ലി ടൈം ഫ്രെയിം ഇടുക, 4 സ്റ്റേജസ് ഐഡന്റിഫൈ ചെയ്യുക. അത്ര ഇപ്പൊ ചെയ്താൽ മതി. 4 സ്റ്റേജസ്. റൈറ്റ്, 4 സ്റ്റേജസ് ഏതൊക്കെ ഇത് കണ്ടുപിടിക്കാം. പറ്റുമെങ്കിൽ ഒരു 10 സ്റ്റോക്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഇത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എന്താ സാറേ? ഓക്കെ സാർ, ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് താഴത്തേക്ക് വരുന്ന പോയിന്റ് ആണ്. താഴത്തോട്ട് ഇപ്പം ഇത് കണ്ടോ, അക്യുമുലേഷൻ നല്ല സമയം എടുത്താൽ ഡിസ്ട്രിബ്യൂഷൻ ചിലപ്പോൾ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, നോക്കിയേ. എന്നിട്ട് അതാണ് ചില സമയത്ത് ഡിസ്ട്രിബ്യൂഷൻ പെട്ടെന്നായിരിക്കും. ശരിക്കും തിയറിറ്റിക്കലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യുമുലേഷൻ, അപ് ട്രെൻഡ്, ഡിസ്ട്രിബ്യൂഷൻ, ഡൗൺ ട്രെൻഡ്, ഇങ്ങനെയാണ് തിയറിറ്റിക്കലി. പക്ഷെ പ്രാക്ടിക്കലി ഇങ്ങനെ വരണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. മനസ്സിലായോ? ഇത്രയും സമയമൊന്നും എടുക്കില്ല. ചിലപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ പെട്ടെന്ന് ഡൗൺ സൈഡ് വരും. ആക്ച്വലി ഒരുമിച്ച് സെല്. ഇപ്പൊ ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിഗ് പ്ലേയേഴ്സ് ആയിരിക്കും ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മൾ ആ സ്റ്റോക്കിനെ കുറിച്ചൊന്നും അറിയില്ല. ആ സ്റ്റോക്കിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇൻ കേസ് വില കൂടിയിട്ട് ഒരു ഈ 100 ഉണ്ടായിരുന്ന സ്റ്റോക്ക് 200-300 എത്തിയെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോഴായിരിക്കും നമ്മൾ ന്യൂസിലും യൂട്യൂബിലും ടെലിഗ്രാമിലൊക്കെ ആ സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത്. ഫോർ എക്സാമ്പിൾ RVNL ഞാൻ ബൈ ചെയ്ത പ്രൈസ് 23 രൂപയാണ് 2019. ഓക്കെ, ആ സമയത്ത് ആരും ആ സ്റ്റോക്കിനെ കുറിച്ച് പറയുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് എൻ്റെ റഡാറിൽ ആ സ്റ്റോക്ക് വന്ന് ഞാൻ വാങ്ങിയതാണ്. ഇപ്പം എല്ലാവരും RVNL എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്നറിയോ? ഇപ്പം ആ സ്റ്റോക്കിൻ്റെ വില 300 രൂപയാണ്. ഓക്കെ, അപ്പം ഇപ്പം ആ സ്റ്റോക്ക് എവിടെ എത്തി? ടോപ്പിലെത്തി. ചിലപ്പോൾ കുറച്ചുകൂടിയൊക്കെ മുകളിൽ പോവായിരിക്കും. ഇനി എന്തായിരിക്കും നിൽക്കുക? അപ്പം നല്ല പ്ലേയേഴ്സ് അല്ല ഇവിടെ വാങ്ങും. വീക്ക് പ്ലേയേഴ്സ്, ന്യൂസ് കേട്ട് വന്നുള്ള റീറ്റെയിലേഴ്സ് ഇവിടെ സ്റ്റോക്ക് വാങ്ങാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇവിടെ വാങ്ങിയ ആൾക്കാർ എന്ത് ചെയ്യും? ഇതൊക്കെ ഈ ഏറ്റവും അവസാനം വരുന്ന ആൾക്കാർക്ക് തലയിൽ വെച്ച് കൊടുക്കും. ഓക്കെ, ഞങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാം, നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ കൊടുക്കും. അങ്ങനെ വലിയ പ്ലേയേഴ്സ് ഇവിടെ വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇറങ്ങുന്നു. വലിയ പ്ലേയേഴ്സ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെല്ലാം വിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ മാർക്കറ്റിൽ ഈ സ്റ്റോക്ക് ഒത്തിരി അവൈലബിൾ ആവും. ആകുമ്പോൾ എന്ത് പറ്റും? വില ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ പക്ഷിപ്പനി വന്ന മാതിരി വില ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇവിടെ മേടിച്ച ആൾക്കാർക്ക് എല്ലാവർക്കും നഷ്ടം വന്നു തുടങ്ങും. അപ്പം അവരും വിൽക്കാനായിട്ട് തുടങ്ങും. ശരിയല്ലേ? അവരും വിൽക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് പ്രൈസ് താഴെ വീഴും. അത് കഴിഞ്ഞ് വീണ്ടും താഴെ എത്തുമ്പോൾ ഈ ഒരു 100 രൂപയ്ക്ക് 300 പോയി ഒരു 200 രൂപയ്ക്ക് എത്തുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ആൾക്കാർ വീണ്ടും ഒരു 200 എത്തുമ്പോൾ തന്നെ ആൾക്കാർ എന്ത് ചെയ്യും? അത് 300 പോയ സ്റ്റോക്ക് 200 എത്തി, എന്ത് ചെയ്യും? വീണ്ടും അക്യുമുലേറ്റ് ചെയ്യും. ചിലപ്പോൾ വീണ്ടും മുകളിലോട്ട് പോകും, അതിനേക്കാളും മുകളിലോട്ട് പോകും. ഇങ്ങനെ ഈ സ്റ്റേജസ് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ഈ ഓർഡറിലായിരിക്കണം എന്ന് നിർബന്ധമില്ല. കാരണം ചിലപ്പോൾ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ട് അപ് ട്രെൻഡ് പോകും, വീണ്ടും അക്യുമുലേറ്റ് ചെയ്തിട്ട് വീണ്ടും അപ് ട്രെൻഡ് പോകും. അക്യുമുലേറ്റ് ചെയ്ത ഇങ്ങനെ പോകുന്ന സ്റ്റോക്ക് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. 1
ടാറ്റ മോട്ടോഴ്സ്. ഈ സ്റ്റോക്ക് ഇവിടെ അക്യുമുലേറ്റ് ചെയ്തു, മോളിപ്പോയി, ഇവിടെ അക്യുമുലേറ്റ് ചെയ്തു, വീണ്ടും മോളിപ്പോയി, ഇത്രയും ഭാഗത്ത് അക്യുമുലേറ്റ് ചെയ്തു, വീണ്ടും മോളിപ്പോയി, അക്യുമുലേറ്റ് ചെയ്തു, വീണ്ടും മോളിപ്പോയി, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. 63 രൂപ ഉണ്ടായിരുന്ന ഈ സ്റ്റോക്കിന് ഇപ്പോൾ 1000 രൂപയാണ്. അപ്പം എന്താണ് ഫസ്റ്റ് സ്റ്റേജ്? ഇതിൻ്റെ അകത്ത് കറക്ഷനേ ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? ഹൈ ഡിമാൻഡാണ് ഈ സ്റ്റോക്കിന്. ഇനിയും ചിലപ്പോൾ എന്ത് വന്നേക്കാം? ഏറ്റവും ടോപ്പിൽ ഇപ്പോൾ മുകളിലെത്തി, ഇനി എന്ത് വന്നേക്കാം? ഇപ്പം എന്തോടെ നടക്കുന്നേ പറഞ്ഞേ? വീണ്ടും ഒരു സൈഡ് വൈസ് ആണ്. ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാൽ അത് അക്യുമുലേഷൻ ആണെന്ന് പറയാം. ഇല്ലെങ്കിൽ ഇതിനെ എന്തെന്ന് വിളിക്കേണ്ടി വരും? ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കേണ്ടി വരും. അപ്പോൾ ഈ സ്റ്റേജ് കഴിഞ്ഞിട്ട് എങ്ങോട്ടാണോ പോകുന്നത് അത് ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റേജിന്റെ പേര് വരിക. ഫോർ എക്സാമ്പിൾ ഇവിടെ വേണ്ട, ഇതേപോലെ തന്നെ ഒരു സ്റ്റേജാണിത് ഇത്. പക്ഷെ ഇവിടെ എന്ത് പറ്റി? മുകളിലോട്ടാണ് പോയത്. അപ്പൊ ഇതെന്തായിരുന്നു? ഇതൊരു അക്യുമുലേഷൻ ആയിരുന്നു. പറഞ്ഞു. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന എല്ലാ കമ്പനീസിന്റെ ലോങ് ടേമിലെല്ലാം മേളിലേക്കല്ലേ വന്നേക്കുന്നേ? എന്താ ലോങ് ടേമില് എല്ലാം മേളിലേക്ക് തന്നെയല്ലേ ഗ്രാഫ് പോയേക്കുന്നത്? അതായത് ഇപ്പം എന്താണ് ഒരു ഫെഡറൽ ബാങ്ക് സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഇത്രയും പൈസ ആയിരുന്നേനെ എന്നില്ലേ? സന്തോഷായ? അക്യുമുലേഷൻ, അപ് ട്രെൻഡ്, ഡിസ്ട്രിബ്യൂഷൻ, ഡൗൺ ട്രെൻഡ്. ഇപ്പോഴോ? ട്രെൻഡ് ഇപ്പോഴോ? ആർക്കും, യെസ് ബാങ്ക്, പിന്നെന്താ കുറേ കമ്പനികളുണ്ട് ഇങ്ങനത്തെ. നമുക്ക് എല്ലാവർക്കും അറിയാലോ സത്യം. സത്യം കമ്പ്യൂട്ടേഴ്സ് ഇപ്പം ഇല്ലേ? അവർ വേറെ എന്താണ്ടായി, സത്യം കമ്പ്യൂട്ടേഴ്സൊക്കെ പോയി. പിന്നെന്താണ് യെസ് ബാങ്ക്. ഇല്ല ബൈജൂസ് ലിസ്റ്റ് ചെയ്തില്ല, അതിന് മുമ്പേ പൊട്ടിപ്പോയി. പിന്നെ അങ്ങനെ ടെക് മഹീന്ദ്ര പക്ഷെ ഒക്കെ ബുള്ളിഷ് തന്നെയല്ലേ? ടെക് മഹീന്ദ്ര വേറെ ഞാൻ ടെക് മഹീന്ദ്രയൊക്കെ മുകളിലോട്ട് പോകുന്ന കമ്പനിയാണ്. 1800 പോയതാണ് ആ സ്റ്റോക്ക് ആ സമയത്ത്. എന്നിട്ടാണ് ഇപ്പോൾ 1000 ഇങ്ങനെ താഴത്തോട്ട് ഇഷ്ടംമാതിരി സ്റ്റോക്ക് ഉണ്ട്. യെസ് ബാങ്ക് ഉണ്ട്. നമ്മുടെ വോഡോഫോൺ, ഐഡിയ. ഇൻഡസിന്റെ ബാങ്കിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ? ഇൻഡസിന്റെ ബാങ്ക് ഹിന്ദുജ ഗ്രൂപ്പിന്റെ അല്ലേ? ഹിന്ദുജ ഗ്രൂപ്പിന്റെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഹിന്ദുജ ഗ്രൂപ്പ് UK ഇൻഡസിന്റെ ബാങ്കിന്റെ സ്റ്റോക്ക് എന്തോ പ്ലെഡ്ജ് ചെയ്ത് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരിച്ചടയ്ക്കാൻ എന്തോ ഡിലേ വന്നിട്ട് അങ്ങനെ വന്ന എന്തോ ഒരു ഡിലേ ആണ്. 2 കൊല്ലം മുമ്പത്തെ കഥയല്ലേ? ഞാനത് അന്ന് അങ്ങനെ എന്താ ഇത് നോക്ക്, ഇത് ഐഡിയ. എന്താ ഈ സ്റ്റോക്ക് താഴത്തോട്ട് വന്നേ? വൈ നിങ്ങളൊന്ന് പറഞ്ഞേ. കമ്പനി നഷ്ടത്തിൽ പോയി, റൈറ്റ് അല്ലേ? നോക്കിയേ, അക്യുമുലേറ്റ് ചെയ്ത് മുകളിൽ പോയി, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് താഴെ വന്നു, വീണ്ടും ഡിസ്ട്രിബ്യൂഷൻ നടന്നു, വീണ്ടും താഴെ വന്നു. ഇപ്പൊ എന്ത് ചെയ്തോണ്ടിരിക്കുക? അക്യുമുലേറ്റ് ചെയ്യാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണോ? ഇനിയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് 0 ആയിപ്പോ കമ്പനി പൂട്ടും.
അതാണ് നെക്സ്റ്റ് സ്റ്റേജ് അല്ലേ. കമ്പനി ഗവൺമെന്റിന് കാശ് കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് 35% ഷെയർ ഗവൺമെന്റിന് കൊടുത്തു. കമ്പനിയുടെ ഞങ്ങളുടെ കാശില്ല, നിങ്ങൾ 35% ഷെയർ എടുത്തോളാൻ പറഞ്ഞു. ഓക്കെ, എല്ലാ കമ്പനികളും മുകളിലോട്ടല്ല. സോ ഇനി നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി സ്റ്റേജസ്. ഒരു 10 സ്റ്റോക്കിൻ്റെ സ്റ്റേജ് കണ്ടുപിടിക്കാം. ഈ സൈഡ് വൈസ് ഇങ്ങനെ കണ്ടുപിടിക്കാം, സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ? ഇനി നിങ്ങൾ പറയുന്ന ഇപ്പോൾ ഒരു വേറെ സ്റ്റോക്ക് ഞാൻ സഹാറയാണ്. സഹാറ എന്ന ലിസ്റ്റല്ല, സഹാറ. ഓക്കെ, അവിടെ പേടിഎം ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പേടിഎം അതാണ് പേടിഎം ലിസ്റ്റ് ചെയ്തത് 2021 2000 രൂപയ്ക്ക് എന്തോ ആണ് ലിസ്റ്റ്. 1800 1900 എന്തോ ആയിരുന്നു പേടിഎം. വില എന്ത് ചെയ്തു? താഴെ വന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, തിരിച്ച് കയറാൻ നോക്കി, നടന്നില്ല, വീണ്ടും താഴത്തോട്ട്. 2000 രൂപയുടെ സാധനത്തിന് ഇപ്പോൾ 372 രൂപയുള്ളൂ. 2000 IPO കിട്ടിയ ആൾക്കാരുണ്ട്. ഈ സ്റ്റോക്ക് തിരിച്ച് കയറി വന്നതാണ്. 900,000 വരെ എത്തിയതാണ്. എന്തു പറ്റി? എന്താ ഇവിടെ സംഭവിച്ചേ? പറയും. ഗവൺമെന്റിന് എന്തോ ഡിക്ലറേഷൻ വന്നില്ലായിരുന്നു? യെസ്, RBI ബാൻ വന്നു. RBI നോം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് RBI ബാൻ വന്നു. അപ്പം നിങ്ങൾ ന്യൂസ് അപ്ഡേറ്റ് കൂടി ഇതിൻ്റെ കൂടെ ചെയ്ത് പോകണം എന്നുള്ളതാണ്. എവിടെ നിന്ന് കിട്ടും? എല്ലാ ദിവസവും ന്യൂസ് പേപ്പറിൽ ആ ബിസിനസ് കോളം കൃത്യമായിട്ടൊന്ന് വായിച്ചാൽ മതി. ഇപ്പൊ കോട്ടക് ബാങ്കിന്റെ അവസ്ഥ എന്താ സാർ? കോട്ടക്കൊക്കെ കോട്ടക്കിൽ ഇപ്പൊ കഴിഞ്ഞോണ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടല്ലോ അല്ലേ, RBIയുടെ. അത്ര വലിയ ഇഷ്യൂ ഒന്നുമല്ല. കോട്ടക്ക ഭയങ്കര വലിയ ബാങ്കല്ല. അവർ ഡിസ്ട്രിബ്യൂഷൻ ആണ്, അവിടെ സപ്പോർട്ട് എടുക്കാൻ നോക്കുന്നുണ്ട്. ഇനി പൊട്ടിയ ചിലപ്പോൾ ഒരു പ്രാവശ്യം കൂടി ചിലപ്പോൾ താഴെ വരുമല്ലോ. ഇത് കൊറോണയുടെ ലോ ആണ്. അതിന് മുകളിൽ പോയി 2000 വരെ പോയതാണ് ആയിരിക്കും. ഇപ്പം ഇവിടെ എന്ത് ചെയ്യാം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. താഴത്തോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഇങ്ങോട്ട് പോരും. ഓക്കെ സാറേ, ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുമോ? ചോദിച്ചോളൂ. ഓക്കെ, എൻ്റെ കയ്യില് ഇതിന്റെ നമ്മുടെ കിറ്റക്സിന്റെ ഒരു 2000 സ്റ്റോക്ക് ഉണ്ട്. ഞാൻ മേടിച്ചത് 247 രൂപയ്ക്കാണ്. ഇപ്പം അത് ഇന്നിപ്പോൾ 205 അങ്ങാണ്ടാണ് അതിന്റെ പ്രൈസ്. എങ്ങനെയത് മേടിക്കാനുള്ള റീസൺ എന്തായിരുന്നു? ഇത് ഞാൻ പറഞ്ഞല്ലോ, പണ്ട് ഞാൻ 25 രൂപയ്ക്ക് മേടിച്ചതായിരുന്നു. പിന്നെ ഞാനത് വിറ്റ്, പിന്നെ അത് പൊങ്ങുന്നൊരു ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 3-4-5 വർഷമായി. അത് എൻ്റെ കയ്യിൽ വെച്ചിരിക്കുക. പക്ഷെ അത് എന്തെങ്കിലുമൊക്കെ കയറുമെന്നൊരു ഞാൻ കയ്യിൽ വെച്ചിരിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ അതിനകത്തത്. ഇത് എന്ന് മേടിച്ചപ്പോ? ഇത് മേടിച്ചിട്ട് ഒരു 6 വർഷമായിട്ടുണ്ടാവും, 6-7 വർഷമായിട്ടുണ്ടാവും. 6 വർഷം മുമ്പ് ഈ ഡൗൺ സൈഡിൽ മേടിച്ചപ്പോ അല്ലേ? ഇനിയിപ്പോ സാറ് 6 വർഷമായിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, കയറിപ്പോക്കോളൂ. എന്തായാലും ലോങ് ടൈം അല്ലേ, ഷോർട്ട് ടൈം ഡിസിഷൻസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ടെക്നിക്കലി അത്ര വലിയ പ്രോമിസിംഗ് ഒന്നുമല്ല, പക്ഷെ ഫണ്ടമെന്റലി സ്ട്രോങ്. ഇപ്പൊ ഈ ലെവൽ കടന്നു കിട്ടിക്കഴിഞ്ഞാൽ 270 എന്ന് പറയുന്ന ലെവൽ കടന്നു കിട്ടിയാൽ ചിലപ്പോൾ കുറച്ചുകൂടി മുകളിലോട്ടൊക്കെ പോയിരിക്കും. ഈ ലെവൽ കടന്നു കിട്ടിയാൽ ഇവിടെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചിലപ്പോൾ മുകളിലോട്ട് പോയേക്കാം. പക്ഷെ ഈ ലെവൽ താഴത്തോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഈ ലെവലിൽ വന്ന് നിൽക്കും, 80-100 വന്ന് നിൽക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ചാർട്ട് എടുക്കുക, അക്യുമുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക, ട്രേഡിംഗ് വ്യൂ എടുക്കാനായിട്ട് പഠിക്കുക. ട്രേഡിംഗ് വ്യൂവിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് കൃത്യമായിട്ട് 1, 2, 3 പ്രാവശ്യം കാണുക. ഞാൻ യൂട്യൂബിൽ കോമൺ ആയിട്ടിട്ട വീഡിയോ ഉണ്ട്, സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് തരുന്നൊരു വീഡിയോ ഉണ്ട്, സിൽബി ഇട്ട വീഡിയോ ഉണ്ട്. ഇതെല്ലാം ഞാൻ ഗ്രൂപ്പിലിടും. ഇതെല്ലാം നിങ്ങൾ 1, 2 പ്രാവശ്യം കൃത്യമായിട്ട് കണ്ട് ട്രേഡിംഗ് വ്യൂ മര്യാദയ്ക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ എല്ലാവരും പഠിച്ചിരിക്കണം.
ട്രേഡിംഗ് വ്യൂ ഇല്ലാതെ ഇനി നമുക്ക് ജീവശ്വാസം ഇല്ല. ഓക്കെ, ട്രേഡേഴ്സിൻ്റെ എന്താ പറയുക ഓക്സിജനാണ് ട്രേഡിംഗ് വ്യൂ. ക്ലിയർ? ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഞാൻ റെക്കോർഡിങ്സ് ഓഫ് ചെയ്യാണ്. റെക്കോർഡിങ്സിനുള്ള സാധനങ്ങളായിട്ടുണ്ട്. ഓക്കെ.